ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലളിത അവിടെ ഇരുന്ന് വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ അടുത്തിരുന്നാലേ ശരിയാവത്തില്ല, വാ നമുക്ക് എഴുന്നേറ്റ് പോകാമെന്ന് പറഞ്ഞ് ഹരീഷ് അവരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോവുക. അതെ, ഇതുപോലുള്ളവരുടെ അടുത്ത് ഇരുന്നാൽ തന്നെ കൊള്ളില്ല എന്ന് പറഞ്ഞ് മണിച്ചേട്ടനും ഇവരുടെ കൂടെ അങ്ങ് പോയി. പിന്നെ എന്ന് പറഞ്ഞ ലളിത അവിടെ ഇരിക്കട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇവരെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നിധി അവിടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരിക്കുന്നു. സുഭാഷ് ആണെങ്കിൽ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാം നടക്കുന്നു. ആ സമയത്ത് ഹരീഷ് നികേഷ് തൊട്ടരികിൽ ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്കും സുധീഷ് ആണെന്നുണ്ടെങ്കിൽ നിധിക്ക് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തു. അപ്പം നിധിയുടെ മുഖം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ആ ഒരു വാടിയിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എന്തു പറ്റി നിധി, എന്താ ഒരു ആലോചന എന്ന് ചോദിച്ചു. നിങ്ങളുടെ അമ്മായി എന്താ ഇങ്ങനെ? എങ്ങനെ? അല്ല, അവരെന്നത് അമ്പലത്തിൽ വെച്ച് പറഞ്ഞത് 4 പേര് കൂടുന്നിടത്ത് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. ഒന്നുമില്ലെങ്കിലും ആൾക്കാർ കേൾക്കുമെന്നെങ്കിലും ചിന്തിക്കണ്ടേ, അച്ഛനെ പറ്റി അങ്ങനെയൊക്കെ പറയാൻ പാടുമോ എന്നൊക്കെ ചോദിച്ച് നിധി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. അത് കേട്ടപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ ശീലമായി പോയി, അതൊന്നും പ്രശ്നമല്ല. നിധി അത് വിടാൻ പറഞ്ഞു. അങ്ങനെ വിടാൻ പറ്റുമോ? അങ്ങനെ വിട്ടാൽ ശരിയാവുമോ എന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ വിട്ടാൽ? അല്ല, അവരെന്താ പറയുന്നേ? നിങ്ങളുടെ വീട്ടിലെ ആ ഒരു ദോഷത്തെ പറ്റിയല്ലേ? ആ ഒരു ദോഷം അതങ്ങ് മാറ്റിയാലോ എന്ന് ചോദിച്ചു. ദോഷം മാറ്റി എങ്ങനെ? സ്ത്രീ പാടില്ല എന്ന് പറയുന്ന ആ ഒരു ഇതങ്ങ് മാറ്റിയാൽ എന്ത് ചെയ്യും? അത് മാറ്റാനുള്ള വഴി നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്ത് വഴിയാന്ന് ചോദിച്ചു. തറവാട്ടമ്പലത്തിൽ വന്ന് വഴിപാട് നടത്തിയ സുഭാഷ് ഏട്ടൻ്റെ ദോഷങ്ങൾ മാറും എന്നല്ലേ ജ്യോത്സ്യരെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഫോൺ വിളി നിർത്തി നമ്മുടെ സുഭാഷ് ഇങ്ങനെ നോക്കുക കേട്ടോ. അതെ, അതിനാണല്ലോ നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാട് എന്താ? അത് പിന്നെ വഴിപാട് എന്താ? അപ്പോൾ ഏട്ടാ തേങ്ങയോടെ ഭും എന്ന് പറഞ്ഞ നികേഷ്. തേങ്ങ ശൂലം കുത്തി പ്രദക്ഷിണം ചെയ്യണം. ശൂലം കുത്തി അത് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് നികേഷ് ഒക്കെ എഴുന്നേറ്റു. ഏട്ടത്തി എന്ന് പറഞ്ഞ നികേഷ് ഒരു വിളി. സുഭാഷ് ഏട്ടന് വേണ്ടി നിങ്ങൾ അനിയന്മാരല്ലാതെ വേറെ ആരാ വഴിപാട് ചെയ്യാനുള്ളതെന്ന് നിധി ചോദിക്കാം. ആരെങ്കിലും ഒരാളെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ സുഭാഷ് ഓടി അങ്ങോട്ടേക്ക് വന്നു. അത് പിന്നെ മോളെ, അത് പിന്നെ അങ്ങനെയൊക്കെ സുഭാഷ് ഏട്ടനൊന്നും മിണ്ടാതിരുന്നേ. ആരും ചെയ്യാത്തതൊന്നും അല്ലല്ലോ, ആണോ? എത്ര പേരാ ഇന്ന് തന്നെ അത് ചെയ്യുന്നത് കണ്ടേ? അവർക്കാർക്കൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിധി ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഇപ്പോൾ ഹരീഷും നികേഷും ഒക്കെ അത് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അയ്യോ അവർ ചെയ്യണ്ട, പിന്നെ നിങ്ങൾ ചെയ്താൽ മതി എന്ന് സുധീഷിനോട് നിധി. അപ്പോഴേക്കും അതേ പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് നിന്ന് ചിരിക്കുക. അയ്യോ എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. പിന്നെ അല്ലെങ്കിൽ തന്നെ അങ്ങനെയൊക്കെയുള്ള ചിലത് അനാചാരങ്ങളാണ്. അത്തരം ആചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായം എന്നും പറഞ്ഞ് നിൽക്കുമ്പം എന്താ ഇവിടെ ഒരു പ്രസംഗം മട്ടെന്ന് ചോദിച്ചു മണിച്ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊരു സ്പെഷ്യൽ വഴിപാടില്ലേ, അത് ചെയ്യുന്നതിനെ പറ്റി പറയായിരുന്നു. എന്ത് ശൂലം കുത്ത് അനാചാരമാണെന്നോ? നല്ല കാര്യമായി. സുധീഷ നേരത്തേക്ക് നിധിയുടെ നേരെ ഇങ്ങനെ നോക്കുക. അല്ല, ഭഗവതിയല്ലേ പ്രതിഷ്ഠ, പിന്നെ എങ്ങനെ ഈ വഴിപാട്? അത് ഭഗവതിക്കല്ല, പ്രതിഷ്ഠയിലെ ഉപദേവനായിട്ടുള്ള ശിവൻ സുബ്രഹ്മണ്യന് വേണ്ടിയിട്ടാണ് ഈ ഒരു നടത്തുന്നത് എന്ന കാര്യം മണിച്ചേട്ടൻ പറയാം. കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന സ്ത്രീദോഷം മാറുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. കാരണം സുബ്രഹ്മണ്യന് 2 ഭാര്യമാരാണല്ലോ ഉള്ളത് എന്നൊക്കെ മണിച്ചേട്ടൻ പറയാട്ടോ. ഇതൊരു വിശ്വാസമല്ലേ ചേട്ടാ, വിശ്വസിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, അതാണ് സത്യം എന്ന് മണിച്ചേട്ടൻ ഒന്നും പറഞ്ഞ് വിരമിക്കാം. അപ്പം ഞാനത് പക്ഷെ നേർന്നു പോയെന്ന് നിധി. അതെ, നേർന്നെങ്കിലും നടത്താതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മുടെ നികേഷം. എന്നാൽ പിന്നെ അത് ചെയ്യണം, അത് മസ്റ്റാ, അല്ലെങ്കിൽ ദോഷം കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞു. അയ്യോ എന്തോന്നൊക്കെ ഈ പറയുന്നതെന്ന് പറഞ്ഞ സുധീഷ് നിൽക്കുമ്പോൾ അല്ല നേർന്നത് കൊണ്ട് ചെയ്യണമെന്നുണ്ടോയെന്ന് ചോദിച്ചാൽ സുഭാഷ് ചെയ്യണം. പരിഹാരം വേറെ കാണില്ലേ? നേർച്ചയ്ക്ക് പരിഹാരം എന്താണോ അത് നടത്തേണ്ടത് തന്നെയാണെന്ന് പറഞ്ഞ് മണിച്ചേട്ടൻ. എല്ലാവരും ചെയ്യുന്നതല്ലേ, ശൂലം കുത്തി അമ്പലം ചുറ്റി 3 പ്രദക്ഷിണം, അത്രേ വേണ്ടുള്ളൂ, സിമ്പിളാണെന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ 3 പ്രദക്ഷിണമോ? അയ്യോ 9 ദിവസത്തേക്ക് ഒരു ചെറിയ പാട് കാണും, അതൊരിത്തിരി പൗഡർ ഇട്ട് അറിയത്തും കൂടെ ഇല്ല എന്ന് നമ്മുടെ മണിച്ചേട്ടൻ. അത്രേ ഉള്ളല്ലേ എന്ന് നിധി. അപ്പൊ സുധീഷിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് നിധി. ഞാൻ പോയിട്ടെ നിങ്ങൾക്ക് കുടിക്കാൻ ചായ എടുക്കാമേ, എന്നിട്ട് കവള് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഏട്ടത്തി എനിക്കൊരു ബൂസ്റ്റ് എന്ന് പറഞ്ഞ് നികേഷ് ഈ കവളി കുത്തിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷിട്ട് വാരിക്കൊണ്ടിരിക്കുക സുധീഷിന്. അതെ, സുധീഷിന് ചായ കടുപ്പത്തിലല്ലേ? അതൊരിത്തിരി കടുപ്പമായി പോയിട്ടോ നിധി എന്ന് പറഞ്ഞു നമ്മുടെ സുധീഷ് ഇങ്ങനെ നിൽക്കുക. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അവർ രാത്രി അവിടെ എങ്ങനെ ഇരിക്കുക. അപ്പോൾ സുധീഷ് ആണെങ്കിൽ ശൂലം കുത്തുന്നൊക്കെ സ്വപ്നത്തിൽ കണ്ട് പേടിച്ചരണ്ട് എങ്ങനെ ഇരിക്കുന്നു. എന്ത് രസമായിരിക്കും അല്ലേ? ആ ശൂലം എടുത്ത് തീയിൽ കാണിച്ച് പഴുപ്പിച്ച് അത് ഇങ്ങനെ കവളിൽ തുളച്ച് ഇതിലെ കുത്തി ഇതിലെടുക്കുമ്പോൾ ആ ഒരു സെഗ്മെന്റ് ഉണ്ടല്ലോ, ഒന്ന് പോളാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. പിന്നെ ഒരു പല്ലിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് സുഭാഷ് വന്നു. എന്താടാ ഇവിടെ? അല്ല മണിച്ചേട്ടൻ പറഞ്ഞില്ലേ ശൂലം കൊത്തുമ്പോൾ 2 പല്ലെടുക്കുന്നത്, 2 പല്ലാണോ അതോ 1 പല്ലാണോ? 3 പല്ലാണെന്ന് പറഞ്ഞു. എൻ്റെ സുഭാഷ് ഏട്ടോ എന്ന് പറഞ്ഞ സുധീഷ് ഇരിക്കുക. അപ്പോഴത്തേക്ക് നിധി അങ്ങോട്ടേക്ക് വന്നു. സുധീഷിന് പേടിയുണ്ടോ? ഇപ്പൊ പേടിയോ? എനിക്കെന്തിന്?
നീ അങ്ങനെ ഒരു നേർച്ച എന്തിനാ മോളെ നേർന്നതെന്ന് സുഭാഷ് അന്നേരം ചോദിച്ചു. ഇത് കേട്ടപ്പം ഞാൻ ആ സമയത്ത് അങ്ങനെയൊക്കെ നമ്മുടെ വീടിനെ പറ്റി അവർ പറഞ്ഞപ്പോൾ ശരിക്കും പേടിച്ചു പോയി എന്ന് നിധി പറയാം. ആ ഒരു ദോഷം മാറാൻ അങ്ങനെ ഒരു വഴിപാട് നടത്തിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ സുഭാഷ് ഇങ്ങനെ നോക്കിയിരിക്കാം. സാരമില്ല നിധി, താൻ നേർന്നതല്ലേ, കവിളൊരു കമ്പി നിറയ്ക്കുന്നല്ലേ ഉള്ളൂ, ഞാനത് സഹിച്ചോളാം എന്നും പറഞ്ഞു നമ്മുടെ നിധിയോട് സുധീഷ് പറയുന്നു. എനിക്കുള്ള ദോഷം മാറാൻ ഞാനല്ലേ അത് ചെയ്യേണ്ടത്, ഞാൻ ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ ആകാമെന്ന് സുഭാഷ് എന്ന് പറഞ്ഞ സുധീഷ് ഇരിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ സുഭാഷ് ഏട്ടാന്ന് നിധി പറയാട്ടോ. ഓ, ആർക്കാണോ ദോഷമുള്ളത് അവരുടെ അടുത്ത ബന്ധു ചെയ്യണമെന്നല്ലേ പറഞ്ഞതെന്ന കാര്യം നിധി പറയാം. അപ്പോൾ ഇവൻ അടുത്ത ബന്ധുവല്ലേ ഇന്ന് നികേഷിനെ കുറിച്ച് സുധീഷ്. പക്ഷെ സുധീഷേട്ടൻ കൊണ്ട് ജ്യോത്സ്യന്മാർ 4 പേരും ജാതകത്തിൽ വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞതാണല്ലോ എന്ന് നമ്മുടെ നികേഷ് ഇങ്ങനെ പറഞ്ഞപ്പം നിധി ചെന്ന് നികേഷിൻ്റെ അടുത്തിരുന്നു. പക്ഷെ തറവാട്ടമ്പലത്തിൽ വന്ന് വഴിപാട് നടത്തണമെന്നുള്ള കാര്യം അവർ പറഞ്ഞില്ലായിരുന്നോ? അല്ല, വേറെയും വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ മോളെ, ഇവിടുത്തെ പ്രധാന വഴിപാട് ഇതായതുകൊണ്ടല്ലേ സുഭാഷേട്ടാ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ നിധി. അപ്പം നികേഷിനെ കൊണ്ട് ചോദിച്ചൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുധീഷ് അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുമ്പം ഇങ്ങനെ ഇരിക്കുന്നു. അല്ല, ഇനിയിപ്പം സുധീഷിനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ചെയ്തോളാവുന്ന നിധി. അതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഇവർ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സുധീഷ്, നോക്കിക്കോ നിധി, ഇതെനിക്കൊരവസരമാണെന്നൊക്കെ പറഞ്ഞാൽ ഈ അവസരം ഞാൻ ഉപയോഗിക്കും ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് 2 കവിളിലും തൊട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അവരവിടെ കിടക്കാനൊക്കെ തുടങ്ങി. അതെല്ലാം കഴിഞ്ഞ് സുഭാഷ് ചായയായിട്ട് ഇവർക്ക് കൊണ്ടുവന്നപ്പോൾ രാവിലെ ആയി കഴിഞ്ഞപ്പോൾ അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ സുനന്ദ വരുമോ, രാത്രി എല്ലാവരും നന്നായിട്ട് ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചേ. ഇല്ലപ്പാ, അപ്പോൾ പുതിയ സ്ഥലമല്ലേ, ഉറക്കം വന്നതേ ഇല്ല എന്ന് സുഭാഷ്. ഇവരെന്തായാലും ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കാം, ഞങ്ങളെല്ലാവരും നന്നായിട്ട് ഉറങ്ങി, സുഭാഷ് ഏട്ടനും ഉറങ്ങി, വെറുതെ പറയുന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സുഭാഷ് ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ സുഭാഷ് ഏട്ടന് വേണ്ടി പെണ്ണാലോചിക്കുന്നില്ലേ എന്ന് സുനന്ദ ചോദിച്ചപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ എന്നൊക്കെ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി ഇന്ന് സുധീഷ് ഏട്ടൻ ശൂലം കുത്തി പ്രദക്ഷിണം ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. എടാ എന്ന് പറയും സുധീഷ്. ആണോ? അപ്പോൾ എന്നാ നോക്കിക്കോ, തിരിച്ച് നാട്ടിലെത്തുമ്പോഴേക്കോ സുഭാഷേട്ടൻ്റെ കല്യാണം നടന്നിരിക്കുമെന്ന് നമ്മുടെ സുനന്ദ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ ദീർഘശ്വാസമൊക്കെ വിട്ട് നിൽക്കുന്നു. നല്ല ശക്തിയുള്ള മൂർത്തിയാണ്, ഉറപ്പായും കല്യാണം നടക്കുമെന്ന് സുനന്ദയും പറഞ്ഞു. അതൊക്കെ വിട്, നിനക്കവിടെ എങ്ങനെയുണ്ട്, അവിടെ സുഖമല്ലേ എന്ന് സുനന്ദയോട് സുഭാഷ് ചോദിച്ചപ്പോൾ വളരെ സുഖം, അശ്വിൻ നല്ല ആളാണെന്ന് പറഞ്ഞു കേട്ടോ. വീട്ടുകാരും അതെ, കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്ത് ചോദിച്ചാലും ഇത് ചെയ്തു തരുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ചാന്ദിനി വന്നു. ഭയ്യ ഗരമേ നെയ്യ് അരയെന്ന് പറഞ്ഞു. അപ്പോൾ ആണോ, ഞാൻ വിളിച്ചാണല്ലോ, അതെ ചെക്ക് ചെയ്തു, പക്ഷെ അല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സുധീഷ് ഇങ്ങനെ നോക്കുക കേട്ടോ. ഹീറ്റർ ഉണ്ടല്ലോ ഇവിടെ, അതെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുന്നു. ഞാൻ നോക്കാം അവയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുനന്ദ എന്നിട്ട് ചാന്ദിനിയുടെ കൂടെ അങ്ങോട്ടേക്ക് പോയി. അവർ പോയപ്പോൾ സുധീഷ് അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ദീർഘശ്വാസം വിട്ടിരിക്കുക. അതിനുശേഷം ബാത്റൂമിൽ ചെന്ന് നോക്കിയിട്ട് സുനന്ദ അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോഴത്തേക്കും ഈ സുഭാഷും പിന്നാലെ ചെന്നു. അപ്പോൾ നമ്മുടെ ചാന്ദിനി അവിടെ നിന്ന് നടന്നിട്ട് ഇങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേക്ക് ഈ വെള്ളത്തിൽ തെന്നി അങ്ങ് വീഴാൻ പോയി. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് കയറി അങ്ങ് പിടിച്ചു. അപ്പോൾ നമ്മുടെ സുനന്ദ ഇത് കണ്ടു. സുനന്ദ എന്നിട്ട് ഇവർ രണ്ടുപേരും നോക്കി ഇങ്ങനെ നിൽക്കും, അന്തം വിട്ട്. അപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും കൂടെ കണ്ണിൽ നോക്കി കുറച്ച് നേരം ഇങ്ങനെ നിന്നു. പിന്നെ നമ്മുടെ ഒരു ചിരിയൊക്കെ ചിരിച്ച് സുഭാഷ് ഇങ്ങനെ എഴുന്നേൽപ്പിച്ചു. അതിനുശേഷം ചാന്ദിനി ബാത്റൂമിലേക്ക് കയറി കുളിക്കാനായിട്ട് കയറുന്നതിന് മുമ്പ് സുഭാഷിനെ ഇങ്ങനെ നോക്കി. സുഭാഷ് ഇങ്ങനെ ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മുടെ സുനന്ദ എന്ന് പറഞ്ഞൊരു ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നീ പോയിക്കോ, ഇത് ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞ് നമ്മുടെ സുഭാഷ് അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. സുനന്ദ അന്നേരം അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പോൾ ചാന്ദിനി അകത്ത് കുളിച്ചുകൊണ്ടും ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ സുഭാഷ് അവിടെ എല്ലാം വൃത്തിയാക്കി അടിച്ച് വാരി എല്ലാം ഇതാക്കി ആ വെള്ളം എല്ലാം തുടച്ച് ഇങ്ങനെ ഇറങ്ങി പോരുക. സുനന്ദ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അപ്പോഴത്തേക്കും ചാന്ദിനി കുളി കഴിഞ്ഞ് ഓടി ഇറങ്ങി വന്നു. സുനന്ദനെ ഇടിക്കാൻ തുടങ്ങി. സോറി സാരമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സുനന്ദ ഇങ്ങനെ ചാന്ദിനിയോട് പറയട്ടോ. അപ്പം ഞാൻ സുനന്ദ സുഭാഷ് ഏട്ടൻ്റെ അമ്മായിയുടെ മകളാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞോണ്ട് ചാന്ദിനി കേട്ടോ. ഇയാൾ ശരിക്കും ആരാ? അത് പിന്നെ മേരാനാം ചാന്ദിനി. ഓ, ഹിന്ദിക്കാരിയാണല്ലേ? അത് പിന്നെ സുഭാഷ് ഏട്ടനെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അങ്ങനെ തൻ്റെ ഇതൊക്കെ പറയുക. അപ്പോൾ ഇങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചാന്ദിനി പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല നമ്മുടെ സുനന്ദയ്ക്ക്. അപ്പോഴാണ് നികേഷ് അതുവഴി വരുന്നത്. എടാ നികേഷ് ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് വിളിച്ചു. എന്താ പ്രശ്നം? അത് പിന്നെ ഇവൾ ആരാന്ന് ചോദിച്ചപ്പോഴേ എന്തൊക്കെയോ എന്നോട് പറഞ്ഞു, ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് സുനന്ദ. അത് പിന്നെ ഇത് ചാന്ദിനി, നമ്മുടെ അഭിലാഷ് ഭായ് ഇല്ലേ, സുഭാഷ് ഏട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുടെ സിസ്റ്ററാന്ന് പറഞ്ഞു. ഇവരുടെ വീട്ടിൽ എന്തോ ചില പ്രശ്നം അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞ് സുനന്ദ നിൽക്കുന്നു.
വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് കൂടെ കൂട്ടി അത്രേ ഉള്ളൂ. ചാന്ദിനി തും ചാവോ എന്നും പറഞ്ഞ് ഇങ്ങനെ ചാന്ദിനിയെ പറഞ്ഞിരുന്നു. അപ്പോൾ ചൽ ടീക്കേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ചാന്ദിനി അങ്ങ് പോയി. ചാന്ദിനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുനന്ദ കുട്ടി കാണാൻ കൊള്ളാലേ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാ പിന്നെ സുഭാഷ് ചേട്ടനെ കൊണ്ട് കെട്ടിച്ചൂടേന്ന് ചോദിച്ച്. അപ്പൊ കല്യാണം കഴിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ അതിനിപ്പോ എന്താ നല്ലല്ലേ എന്ന് സുനന്ദ ചോദിച്ചു. അല്ല നല്ല കാര്യം, ഭാഷ മനസ്സിലാകാതെ ഞാൻ കല്യാണം കഴിപ്പിക്കും. കല്യാണം കഴിക്കാൻ എന്തിനാ ഭാഷ അറിയുന്നതെന്നോ നേരത്തേക്കും ചോദിച്ചു നമ്മുടെ സുനന്ദ. അല്ല രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കണമെങ്കിൽ ഭാഷ അറിയണ്ടേ? മനുഷ്യന്മാരെല്ലാ ഭാഷയും പഠിക്കുകയല്ലേ ചെയ്യണേ. കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ തനിയെ പഠിച്ചോളൂ എന്ന് സുനന്ദ പറയാം. അപ്പൊ നികേഷ് അത് ശരിയാവത്തില്ല, നമുക്ക് വേറെ നോക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ നികേഷ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. സുനന്ദ അന്നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ. എന്നിട്ട് നേരെ അങ്ങോട്ട് പോയി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവരാരും അവിടെ ഇല്ലാത്ത നേരം നോക്കി നമ്മുടെ നീതുവിൻ്റെ കല്യാണം നടത്താൻ അച്ഛനും അമ്മയും ആങ്ങളെയും കൂടെ പരിപാടി ഒപ്പിക്കാം. എന്നിട്ട് അമ്പലത്തിൽ തൊഴാൻ പോവുകയാണെന്ന് പറഞ്ഞ് നീതുവിനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ മോനെ? ആലോചിക്കുമ്പോഴേ പേടിയാവുകയാണെന്നൊക്കെ പറഞ്ഞു അമ്മ. ഒരു പ്രശ്നവും ഇല്ല, അമ്മയും അച്ഛനും ഇത് കാണിക്കാതിരുന്നാൽ മതി. അവളെ വിശ്വസിച്ച് അങ്ങോട്ട് എത്തിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണെന്ന് പറഞ്ഞപ്പം ഇനി അഥവാ എത്തിച്ചാലോ കല്യാണക്കാരുമാണെന്ന് പറഞ്ഞാൽ അവൾ അവിടെ കിടന്ന് ബഹളം വയ്ക്കും ഉറപ്പാന്നൊക്കെ നീതിനെപ്പറ്റി അമ്മ പറയുന്നു. അപ്പോൾ നിങ്ങളിതൊക്കെ ആലോചിച്ച് ഇവിടെ ഇരുന്നു. ഒരു ദിവസം ആ മെക്കാനിക്കുമായിട്ട് അവൾ ഇങ്ങോട്ട് കയറി വരും, ആ കുടുംബം മുഴുവൻ നമ്മൾ ബന്ധുക്കളാവും, അത് വേണമെന്ന് ചോദിച്ചു. അയ്യോ വേണ്ട, അതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, എന്നാൽ പിന്നെ ഞാൻ പറയുന്നത് കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവളെയും കൊണ്ട് വന്നേക്കാമെന്ന് പറഞ്ഞ അച്ഛനും അമ്മയും നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ നീതുവും ഹരീഷും അവിടെ ഫോണിൽ സംസാരിക്കാം. എനിക്ക് നിന്നെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹരീഷും പറഞ്ഞു എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് നീതുവിനെ അവർ വിളിക്കുന്നു. എന്നെ വിളിക്കുന്നുണ്ട്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് നീതു വന്നിട്ട് അവിടെ നിന്ന് പോവുക. അപ്പോൾ ഈ പെണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ നിൽക്കുന്നു. എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വയ്ക്കുന്നേ? എത്ര നേരം കൊണ്ട് നിന്നെ വിളിക്കുകയാണെന്ന് അമ്മ. പാത്രങ്ങൾ മുഴുവനും കഴുകി വയ്ക്കാൻ പറഞ്ഞു, അത് കഴുകി വെച്ചു. ഇനി എന്താ വേണ്ട നിങ്ങൾക്ക്? അത് പിന്നെ വേഗം നിന്ന് റെഡിയായി നമുക്ക് അമ്പലം വരെ പോകണമെന്ന് പറഞ്ഞു. അമ്പലത്തിലേക്കോ? എന്തിന്? എന്താണെന്ന് പറഞ്ഞാലും നീ അമ്പലത്തിൽ വരുവുള്ളോ? അതെ, അത്രേ ഉള്ളൂ. അത് പിന്നെ മോളെ, കഴിഞ്ഞ മാസം അച്ഛന് വണ്ടി തട്ടി ഒരു ആക്സിഡൻറ്റ് ഉണ്ടായില്ലായിരുന്നോ? അന്ന് നേർന്ന വഴിപാടാണെന്ന് അച്ഛൻ മോളോട് കള്ളം പറയണം. ഇന്നലെ അമ്പലത്തിലെ പൂജാരിയെ കണ്ട് സംസാരിച്ചപ്പോൾ ഇന്ന് ചെന്ന ആ വഴിപാട് നടത്താൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഇതൊന്നും എനിക്കത്ര വിശ്വാസം വരുന്നില്ല എന്ന് പറഞ്ഞു. നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല, എന്തായാലും അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വരും. അവർ വരുമ്പോൾ നീ എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങളെന്ത് പറയുമെന്ന് ചോദിച്ചോണ്ട് അമ്മ. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക നീതുവിനെ ഒരു തരത്തിൽ പറഞ്ഞ് അവർ സമ്മതിപ്പിച്ചു. ഈ സമയം കൊണ്ട് അമ്പലത്തിൽ കെട്ടിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി വെച്ചിരിക്കാം. അഖിലിൻ്റെ ഒരു കൂട്ടുകാരനെയും കൊണ്ടുവന്നു. ടെൻഷനുണ്ടോടാന്ന് ചോദിച്ചപ്പോൾ ചെറിയ ടെൻഷൻ ഇല്ലാതില്ല. കുഴപ്പം വല്ലതും ഉണ്ടാവൂടാ നഖിൽ ചോദിക്കുമ്പം ആകെയും ചിലപ്പോൾ ചെറിയ ദേഷ്യം വിഷമമൊക്കെ കാണിക്കുന്നുള്ളൂ, പിന്നെ എല്ലാം ശരിയായിക്കോളൂ എന്ന് കെട്ടാൻ വന്ന ചെറുക്കൻ. അപ്പോൾ എന്തായാലും എടാ നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരു പ്രശ്നവും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കെട്ടാൻ വന്നോ നിൽക്കുന്നു. ഈ സമയത്ത് നീതു അമ്മയും അച്ഛനും കൂടെ അമ്പലത്തിലേക്ക് പോവാം. നീതു ഇതൊന്നും അറിയുന്നു പോലുമില്ല. അമ്മയാണ് ഒരു വലിച്ച ചിരിയൊക്കെ ചിരിച്ച് നീതുവിനെ നോക്കി. അപ്പോൾ അവർ വണ്ടിയിൽ അങ്ങോട്ടേക്ക് വരുന്നു. ഈ സമയത്ത് അവർ അഖിലും കൂട്ടുകാരും കല്യാണ ചെറുക്കനും കൂടെ അവിടെ അങ്ങനെ നിൽക്കുന്നു. അവരിങ്ങനെ നിൽക്കുമ്പോൾ കൂട്ടുകാരനാണെന്ന് കരുതി ദൗഡ്യൊന്നും തരാതിരിക്കരുത് കേട്ടല്ലോ. എടാ അതൊക്കെ പറയേണ്ട കാര്യമുണ്ടടാ, നിനക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഞാൻ തന്നിരിക്കുമെന്ന് അഖില്. ഞാൻ ചുമ്മാ പറഞ്ഞാലേടാ, നീ സീരിയസ് ആക്കിയോ എന്ന് കൂട്ടുകാരൻ ചോദിക്കുക അഖിലിനോട്. എൻ്റെ അച്ഛൻ അന്ന് പറഞ്ഞു ഓർത്തിട്ടാണോ എന്ന് ചോദിച്ചപ്പം എടാ അതൊക്കെ എന്തായാലും ഞങ്ങൾ ചെയ്യേണ്ട കടമകളല്ലേ എന്ന് നമ്മുടെ അഖിലം. എന്തായാലും ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നീ ഇതിനെ കേട്ട സമ്മതിച്ചില്ലേ? അത്രയും ചെയ്ത കൂട്ടുകാരന് വേണ്ടി തിരിച്ച് എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേ എന്ന് നമ്മുടെ അഖിലം. ഞാൻ വിവാഹം കഴിക്കുന്നത് നിന്റെ അനിയത്തിയല്ലേടാ, നിന്റെ അവസ്ഥയൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞു കൂട്ടുകാരൻ. ഒരു കാരണവശാലും അവൾ ആ വീട്ടിലേക്ക് പറഞ്ഞയക്കേണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല, എന്താ പോരേന്ന് ചോദിച്ചു. മതിയെന്നും പറഞ്ഞ് എൻ്റെ മുന്നിൽ വെല്ലുവിളിച്ചിട്ട് അവൻ പോയിരിക്കുന്നത്. ആ വെല്ലുവിളി അവൻ ഇനി ആവർത്തിക്കരുതെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അഖില്. അങ്ങനെ നീതുവിൻ്റെ കല്യാണം നടക്കാൻ പോകുന്നു. നീതുവും അച്ഛനും അമ്മയും കൂടെ അമ്പലത്തിലേക്ക് വന്ന് ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്നിടത്ത് അന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. ടാറ്റാ.